ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണല്ലോ കേട്ടോ. അവിടുത്തെ അതിമനോഹരമായിട്ട് കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് കയറുന്ന ആ ഒരു ഭാഗം കേട്ടോ. കയറുമ്പോൾ ഇങ്ങനെയാണുള്ളത്. പിന്നെ ഈ ഒരു വീട്ടിൻ്റെ അവിടെ കയറിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് വലിയവർക്ക് ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് കേട്ടോ. ആ ഒരു ടിക്കറ്റിനനുസരിച്ചല്ല കേട്ടോ, അതിലപ്പുറമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക കാഴ്ചകൾ കേട്ടോ. 50 രൂപയ്ക്ക് നമുക്ക് ഇത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ വന്ന ആ ഒരു ക്ലൈമറ്റ് നല്ലതായതിനെ കൊണ്ട് തന്നെ എല്ലാ ചെടിമേലും ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. എല്ലാ ചെടികളും. പിന്നെ ഇവിടെ കിഡ്സ് പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചകളുണ്ട്, ഫോട്ടോഷൂട്ട്, അതിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ തന്നെ ഓരോ ഷേപ്പിൽ ഓരോ ആകൃതിയിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ബുഷ് കൊണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. ബുഷ് പല ആകൃതിയിലും വെട്ടിയിട്ട് പല ഡിസൈനാക്കിയൊക്കെ വെച്ച അങ്ങനത്തെ പല സംഭവങ്ങളും കാണാനുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഈ ഒരു റൗണ്ട് ആർട്ട് ഷേപ്പിൽ അതൊക്കെ കാണാൻ തന്നെ പ്രത്യേക രസമായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇതിനേക്കാളൊരു ഭംഗി കിട്ടും ഇത് നേരിട്ട് പോയി ആസ്വദിക്കുമ്പം. നല്ലൊരു വൈബ്, നല്ലൊരു ക്ലൈമറ്റ്, നമുക്ക് ഒരു നല്ലൊരു വായു ശ്വസിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ മനസ്സൊക്കെ റീഫ്രഷ് ആവട്ടെ. അങ്ങനത്തെ ഒരു വൈബുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടത്. ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ കണ്ടില്ലേ, ആങ്ങളുടെ കുട്ടികളാണ്. ഒരു രണ്ടാളും നല്ല രസമായിരുന്നു. എല്ലാത്തിലും കയറി. അവർക്ക് കിഡ്സ് പാർക്കിൽ പിന്നെ അവർക്ക് ഒരുപാട് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ കയറി കളിച്ച് നല്ല രസമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു നമുക്കിങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു വെള്ളച്ചാട്ടം, വലിയൊരു സംഭവമല്ല, എന്നാലും ചെറിയൊരു സംഭവം. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഏരിയ നീനു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ രാവിലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഞാൻ മാക്സിമം ആളുകളെ ഒഴിവാക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതന്നെ ചില സ്ഥലത്തൊക്കെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് പറ്റുന്നിടത്തോളമൊക്കെ നമ്മൾ മാക്സിമം ആൾക്കാരൊക്കെ ഒഴിവാക്കിക്കണം. ചിലർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള ആളുകളേക്കാരം, ചിലർ വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ കേൾക്കാരം. അപ്പോൾ ഏതായാലും മാക്സിമം ഞാനൊക്കെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ എന്നാലും ശ്രദ്ധിച്ചിട്ടും കുടുങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല രസമുള്ളൊരു പൂവ് ഇങ്ങനെ പന്തലിലുള്ളങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ്. ഇത് പിന്നെന്താ, ശീനിക പറയില്ലേ, ആ പൂവ്, പല കളറുള്ള പൂവ്. അങ്ങനെ ഇതൊക്കെ ഒരു തരം ബുഷാണ്. ആ ബുഷിനൊക്കെ ഒരു പ്രത്യേക കളർ കേട്ടോ. അടുത്ത ഞാൻ ഒരുപാട് വെറൈറ്റി ചെടികൾ കണ്ടു അവിടെ. വെറൈറ്റി എനിക്ക് പേരൊന്നും അറിയാത്ത വെറൈറ്റി ചെടികളൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമായി. പിന്നെ ഇത് മല്ലികയാണ്. മല്ലികമ്മലൊക്കെ മുട്ടിട്ടിക്കണം കേട്ടോ. മല്ലിക വിരിഞ്ഞ് നിൽക്കണതും അവിടെ വേറെ ഉണ്ട്. അതൊക്കെ വിരിഞ്ഞ് നിൽക്കണതാണ്. മറ്റേതൊക്കെ പുതിയതിപ്പോൾ വെച്ചതാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ ഇപ്പോൾ മുട്ടിട്ടിട്ടുള്ളൂ. അങ്ങനെ നല്ല രസമുള്ളൊരു കാഴ്ച, നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു അവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് കേട്ടോ. അവർ ഇത് അത്രയ്ക്കും കുട്ടികളെ പരിപാലിക്കുന്ന പോലെ നോക്കി പരിപാലിച്ച് കൊണ്ടെടുക്കുന്ന ഒരു സംഭവം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു നീറ്റിൽ അതവിടെ കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര നീറ്റിലൊന്നും അതവിടെ ഉണ്ടാവില്ല. നല്ല രസമായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല അടിപൊളി അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പം പിന്നെ ഒരുപാട് തേക്കുകളും സംഗതികളും ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി കേട്ടോ. ഒരുപാട് വിവിധ ഇനം തേക്കുകളൊക്കെ അവിടെ പ്രദർശനത്തിൽ വെച്ചോളൂ. ഇതൊരു മയിലാട്ടോ. അത് നല്ല രസമായില്ലേ. ഇത് ഫുള്ളാവണല്ലോ കേട്ടോ. മയിലിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫില്ലിങ് വരാണ്ട് ചെടികളുടെ. അത് ഫുള്ളായിട്ടില്ല, എന്നാലും ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നത് മയിലിനെ കണ്ടപ്പോൾ പിന്നെ അയിമക്കായി ശ്രദ്ധ. പറഞ്ഞുകൊണ്ടതെന്ന് വെച്ചാൽ പലവിധം തേക്കുകൾ, ഒരുപാട് പണ്ടത്തെ വലിയ തേക്കുമാരും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്താ വെച്ചാൽ മുന്നേ ഞാൻ ചെയ്തതായതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെയാണ് എടുത്ത് പറയേണ്ട കാഴ്ചകൾ. പിന്നെ ഇവിടെ ഈ ഒരു ഹൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരുവിധ എല്ലാ കാഴ്ചകളും കാണാം കേട്ടോ. അങ്ങനെ പിന്നെ ആ ഹൈറ്റിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു കാഴ്ചകളും ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ, അടിപൊളി. ഇതിപ്പോൾ ആ ഹൈറ്റിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളൊരു കാഴ്ച കേട്ടോ.
ഇതിലൊന്നും പിന്നെ എനിക്ക് ആളുകളെ ഒഴിവാക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ നല്ല നീറ്റായിട്ട് അങ്ങനെ രാവിലെ അതിനെക്കൊണ്ട് തന്നെ അവർ നനക്കലും അവർ അടിക്കലും ഒക്കെ അങ്ങനെ എല്ലാ ജോലിക്കാരും അവിടെ നല്ല വർക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഹൈറ്റുള്ള സംഭവം കണ്ടില്ലേ, അവിടെ കയറിയാൽ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. നിലമ്പൂരിൽ നിന്ന് അധികമൊന്നും പോവാൻ, നിലമ്പൂരിൽ നിന്ന് കുറച്ച് പോകാനുള്ളൂ. ഈ ബസ് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് എന്താ പറയുക എനിക്കറിയില്ല. എൻ്റെ നാത്തൂൻ്റെ വീട് നിലമ്പൂർ മണ്ണുപ്പാടായിരുന്നു. അപ്പം അവിടെ നിലമ്പൂർ മണ്ണുപ്പാടത്താണ് അവളെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നമുക്കെല്ലാവരും കൂടി ഇങ്ങനെ പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഓല് എടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓല അങ്ങനെ അധികം പോക്കില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയാമല്ലോ. ഓല് പോയിട്ടില്ല. എൻ്റെ ആങ്ങളുടെ കുട്ടി കണ്ടിട്ട് തന്നെ അല്ലേ നാടെ. അപ്പോൾ ഓലൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇതൊരു തടാകം പോലെയാണ്. ഇതിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. മീനുകളിപ്പോൾ ഇതിൽ കാണുന്നില്ല. നല്ല രസമുണ്ട്. ആ തടാകത്തിൽ മീനുകളൊക്കെ ഉണ്ട് ചെല്ലണോട് തന്നെ. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടം. ഇത് കാണാൻ നല്ല രസമാട്ടോ. അവിടെ ഒരു പുലി ഇങ്ങനെ മടയിൽ നിന്ന് ഇങ്ങനെ തല എത്തി നോക്കുന്ന പോലെയൊക്കെ ഉള്ളൊരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനലായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണമെന്ന് എനിക്ക് പറയണത്. ബാക്കി വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ.